ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് പോലും പൊക്കാൻ പറ്റാതെ ഞാൻ പെടാപ്പാട് പെട്ട് പിടിച്ച് വീഡിയോയിന് വേണ്ടി നിൽക്കുന്ന ഈ 5 അടുക്കുള്ള അടുക്ക് പാത്രത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈദ് കഴിഞ്ഞിട്ടുള്ള ഈദ് ബിരിയാണിയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അച്ഛയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ അങ്കിള് എല്ലാ കൊല്ലം നമുക്ക് ഈദിന് ബിരിയാണി കൊണ്ടുതരും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈദ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് അച്ഛൻ നാട്ടിലെത്തിയത്. അപ്പോൾ ഈദ് ഡേ അങ്കിള് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ വന്ന നെക്സ്റ്റ് ഡേ അങ്കിള് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഗീ റൈസ് മട്ടൻ കറിയും ആൻറ്റിയെ കൊണ്ട് സ്പെഷ്യലാക്കി ഉണ്ടാക്കിച്ചിട്ട് അങ്കിള് കൊണ്ട് തന്നതാണ് കേട്ടോ. ആൻറ്റിക്ക് വയ്യായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു. വളരെ നല്ല ആൾക്കാരാണ്. അപ്പം അങ്കിളൊരു ഈവനിങ് ടൈമായിരുന്നു ഇത് കൊണ്ട് തന്നത്. അപ്പം തൊട്ട് എനിക്ക് മറ്റേ വായിൽ വെള്ളം വന്നിട്ടുണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ രാത്രിയാണ് ഞങ്ങൾ കഴിച്ചത്. എനിക്ക് ഉറിഞ്ചുന്നതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു ഗൈസ്, കാരണം മട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, ദി ബെസ്റ്റ് ആയിരുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പം മട്ടൻ കഴിക്കുന്നത്. അത് കാരണം തന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്കിൾ തന്ന മട്ടൻ ദി ബെസ്റ്റ് ക്വാളിറ്റി മട്ടൻ ആയിരുന്നു. ഭയങ്കര ടെൻഡർ ആയിരുന്നു, മറ്റേ അലുവ കഷ്ണം പോലെ എതളെതൾ പോലെ വരികയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതായിരുന്നു കഴിച്ചത്. അമ്മയും അപ്പൂപ്പിയും ഇവിടെ വെജിറ്റേറിയൻസ് ആണല്ലോ, അവർ നോണൊന്നും കഴിക്കാത്ത കാരണം അവർക്ക് ഞങ്ങൾ പൊറോട്ടയും വാങ്ങി, കടായി മഷ്റൂമും വാങ്ങിയിട്ട് വന്നു പുറത്ത് പോയിട്ട്. അപ്പോൾ അവർ അതായിരുന്നു കഴിച്ചത്. ഞാൻ അതും വെറുതെ വിട്ടില്ല ഗൈസ്, എന്തൊക്കെ ടേബിൾ ഉണ്ടോ അതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ നമ്മുടെ ഇന്ന് മഷ്റൂമും കുറച്ച് പൊക്കി ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മട്ടൻ ഉണ്ടാകുമ്പോൾ എന്ത് മഷ്റൂം, നമ്മൾ മഷ്റൂമിനെ മൈൻഡ് ചെയ്യില്ല ഗൈസ്, സ്വാഭാവികം. മൈ ബോത്ത് ഐസ് ഓൺ മട്ടന്. പിന്നെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ഗീ റൈസ് മട്ടൻ കറി അല്ലെങ്കിൽ ഗീ റൈസ് ബീഫ് കറി. ഗീ റൈസ് ചിക്കൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഗീ റൈസിൻ്റെ ഒപ്പം മട്ടൻ അല്ലെങ്കിൽ ബീഫ് യൂസ് ചെയ്യുന്നതാണ്. അതിന് വേറൊരു ടേസ്റ്റാണ്. പാപ്പു സാധാരണ മട്ടൻ കഴിക്കാത്ത ആളാണ്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു, അവൻ്റെ മട്ടനും എനിക്ക് അടിച്ച് മാറ്റാമല്ലോ. പക്ഷെ പ്ലാൻ മൊത്തം തൊപ്ലാനായി ഗൈസ്. മട്ടൻ്റെ ടേസ്റ്റ് കാരണം അവൻ വെട്ടി വിഴുങ്ങി, എനിക്ക് എൻ്റെ ഷെയർ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ച് അത് മൊത്തം വെട്ടി വിഴുങ്ങിയിരുന്നു. ചാ ചാ.